ഒരു സംസ്ഥാനത്തെ എന്നല്ല, ലോകത്തിലെ തന്നെ ഒരുപാട് മനുഷ്യരുടെ സഹായത്തോടെ അവർ നൽകിയ സാമ്പത്തിക സഹായം ഉപയോഗിച്ച് ഈ സംസ്ഥാനം കണ്ണീരണിഞ്ഞ ഒരു ദുരന്തത്തിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ നിമിഷത്തിൽ ആ നാടിൻ്റെ ജനപ്രതിനിധിയെ ആസൂത്രിതമായി കൂകി വിളിക്കുന്നത് അത് തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ അതുവഴി കഴിയും എന്ന് വിചാരിക്കുന്നത് വിഡ്ഢിത്തമാണ്. അത് ആരാസൂത്രണം ചെയ്താലും അത് ആര് ആസ്വദിച്ചാലും അതിന് പാകമാകുന്ന രീതിയിൽ ആര് പ്രസംഗിച്ചാലും അതൊന്നും ആദർശമല്ല, അതൊക്കെ ഭീരുത്വമാണ്. എന്ന് മാത്രമല്ല, കാലവും കാണുന്ന ജനങ്ങളും അതിന് കൃത്യമായി മറുപടി പറയുന്നതുമാണ്. സംഗതി വേറെന്താണെന്ന് വെച്ചാൽ, വളരെ മനോഹരമായൊരു ടൗൺഷിപ്പാണ് വയനാട് സർക്കാർ പൂർത്തിയാക്കിയത്. സർക്കാരിൻ്റെ സംവിധാനത്തിൽ നിന്ന് പോയാൽ അതിന് കാലതാമസം എടുക്കുന്നത് കൊണ്ട് ഊരാലുങ്കൽ എന്ന് പറയുന്ന വളരെ പ്രൊഫഷണലായ ഒരു ഏജൻസിയെ ഏൽപ്പിച്ച് സമയബന്ധിതമായി അത് പൂർത്തിയാക്കി. അത് പൂർത്തിയാക്കുന്നതിന് പിന്നിൽ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുണ്ട്. പക്ഷേ അതിനാവശ്യമായ സമ്പത്ത് നൽകിയതും അതിനുവേണ്ടി വർത്തമാനം പറഞ്ഞതും ഈ ദുരന്തമുണ്ടായ ആദ്യ നിമിഷം മുതൽ ഒപ്പം നിന്നതുമെല്ലാം കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ ഉള്ള മലയാളികളാണ്. അവരത് നൽകിയത് ഇലക്ഷൻ പ്രചരണത്തിനല്ല, അവരത് നൽകിയത് മണ്ണ് മൂടിപ്പോയി കുടുംബങ്ങളാകെ തുടച്ചു നീക്കപ്പെട്ട ഒരു നാടിൻ്റെ ദുഃഖം കണ്ടാണ്. അവിടെ ആര് പോയാലും അന്ന് കരയാതെ തിരിച്ചു വരാനാകാത്ത വിധമുള്ള കബറിടങ്ങളിലും അതുപോലെ തന്നെ കുടുംബങ്ങളുടെയും കണ്ണീർ കഥകളാണ് കേട്ടത്. ദേ ഈ ദൃശ്യം ഒന്ന് കാണാം. ഏറെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ രാജൻ മിനിസ്റ്റർ, ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, പ്രിയപ്പെട്ട മന്ത്രിമാർ, ഉദ്യോഗസ്ഥർ, സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, 2024 ജൂലൈ മാസം 30 പുലർച്ചെ 1:30 മണിക്ക് പ്രകൃതിയുടെ മഹാകലിതുള്ളിൽ നമ്മെ വിട്ടുപോയതായ മുഴുവൻ ആളുകളുടെയും പേരിൽ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ആഗ്രഹിക്കുക. കൂവിയവരെന്താ വിചാരിക്കുന്നത്? കൂവിച്ചവരെന്താ വിചാരിക്കുന്നത്? ഇങ്ങനെ കൂവിയതിലൂടെ ഒരു ജനപ്രതിനിധി നാണം കെട്ടുന്നു. അതൊരു ഭീരുത്വമാണ്. യഥാർത്ഥത്തിൽ ഈ സിദ്ദീഖ് എന്ന് പറയുന്ന MLAയോട് വിരോധിക്കുന്നവർക്ക് പോലും ആ വിരോധം കുറയുന്നതിനോ പിന്തുണയാകുന്നതിനോ കാര്യമാകുള്ളൂ അങ്ങനൊരു കൂവൽ. ഒരു പൈസയും തരാതെ മടങ്ങിയ പ്രധാനമന്ത്രി, അതുമായി ബന്ധപ്പെട്ട പാർട്ടി നേതാക്കൾ എത്രയോ തവണ എവിടെല്ലാം വന്നു? ആരെങ്കിലും കൂവിയോ? ആരെങ്കിലും എന്തെങ്കിലും ഒച്ചപ്പാടുണ്ടാക്കിയോ? എന്തേ സിദ്ദീഖിന് മാത്രം ഒരു കുറവ് കൂവാൻ തുടങ്ങിയത്? അങ്ങനെ ഏതെല്ലാം സ്ഥലങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു? ജനങ്ങൾക്ക് ഗുണകരമായതും ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതുമായ ഒരുപാട് പരിപാടികൾ നടക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയിൽ എന്തായാലും വയനാടുകാരും സിദ്ദീഖിനെ കൂവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഈ ആദ്യ മണിക്കൂറുകൾ മുതൽ ഒരുപക്ഷെ ഒരു സ്കൂൾ കെട്ടിടമില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന തരത്തിലെ ദുരന്തമുഖത്ത് നിന്ന ഒരാളാണ് ടി സിദ്ദീഖ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആ മണ്ഡലത്തിലെ മുഴുവൻ മനുഷ്യർക്കും അതറിയാവുന്നതാണ്. രാഷ്ട്രീയമൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടാവാം, അത്തരത്തിൽ രാഷ്ട്രീയ നിലപാടുകൾ തിരിച്ചും മറിച്ചും ഒക്കെ ഉണ്ടാവാം. അത് കേരളത്തിൽ ഒരുപാട് കണ്ടിട്ടുള്ളതല്ലേ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കെജ്രിവാളിൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട പോസ്റ്റുകളിൽ പറയുന്ന കേട്ടു, കോൺഗ്രസ് അതിനകത്തെടുത്ത നിലപാട്. കേരളത്തിൻ്റെ തന്നെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വന്ധ്യവയോധികനെ ഒരു സ്ത്രീയുടെ വാക്ക് കേട്ട് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് ഇഞ്ചിഞ്ചായി അയാൾ മരിക്കുന്ന കണ്ട നാടല്ലേ നമ്മുടെ നാട്. അവിടെ ഇതുവല്ലതും പറയുന്നതുകൊണ്ട് കാര്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഈ കൂവൽ യഥാർത്ഥത്തിൽ ആ നന്മയുടെയും ഒത്തുചേരലിൻ്റെയും തിളക്കമാണ് കുറയ്ക്കുന്നത്. ഇങ്ങനെ കൂവാൻ ഉദ്ദേശിച്ചല്ല ഈ വീട് വെക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യരും കാശ് തന്നത്. അവർ കാശ് തന്നത് ഈ മനുഷ്യർക്ക് ഒരു ഇടമുണ്ടാകാനാണ്. അത് ഭംഗിയായി സർക്കാർ ചെയ്തുവെങ്കിൽ അതിൻ്റെ അഭിമാനം സ്വയം എടുക്കുന്നതിന് പകരം എതിർ രാഷ്ട്രീയ ചേരിയിൽപ്പെട്ട ആളിനെ കൂവി വിളിക്കുക എന്ന് പറയുന്നത് എന്തൊരു ന്യായമാണ്, എന്തൊരു രീതിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് രാഷ്ട്രീയ പ്രചരണം വല്ലതും നടക്കുമോ? പാർട്ടി പരിപാടിയിലാണെങ്കിൽ കൂവാം, അല്ലെങ്കിൽ വിയോജിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പരിപാടി, പ്രൈവറ്റ് പരിപാടിയാണെങ്കിലും ഓക്കെ. പക്ഷേ അവിടെ അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. സംഘാടകർ കൊള്ളയ്ക്കും, കഴുത്തിന് പിടിക്കും. ഇത് സർക്കാരിൻ്റെ പരിപാടിയിൽ
ആ നിയോജക മണ്ഡലത്തിലെ ഒരു ജനപ്രതിനിധിയെ കൂവി സംഭവം വിജയിപ്പിക്കുക എന്ന് പറയുന്നത് വിചിത്രമായൊരു ഭാഷ്യമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും മലയാളിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുള്ളത്, ചിലപ്പോൾ കാണുമ്പം ധർമ്മേന്ദ്രയെ പോലെയും മറ്റു ചിലപ്പോൾ ധർമ്മക്കാരെക്കാളും കഷ്ടവുമാണ് മലയാളി എന്ന് പറയേണ്ടി വരുന്നത്. ആ ഓരിയിട്ടവർക്ക് പ്രത്യേക നമസ്കാരം.